ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. നമ്മൾ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് പോവാം വളാഞ്ചേരിക്ക്. അല്ലാതെ ചില്ലറ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട്, മീൻ മേടിക്കണം കാര്യമായിട്ട്. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ടും കണ്ണൻ്റെ ബാഗ് കയറിയിട്ടുണ്ട്, അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ആയിട്ട് ചെറിയൊരു പർച്ചേസിങ്. അപ്പോൾ നമുക്ക് വളാഞ്ചേരി പോയിട്ട് വരാം. ബാ. അപ്പോൾ നമ്മൾ എന്നത്തെയും പോലെ രാത്രി തന്നെയാണ് ഇന്നും ഇറങ്ങിയിട്ടുള്ളത്. കണ്ണൻകുട്ടി നെയ്സിൽ കളിക്കാൻ പോയിട്ടില്ലേ, 7 മണിയൊക്കെ ആയിട്ട് 6:45 കഴിഞ്ഞിട്ടായിരുന്നു വരാൻ വേണ്ടിയിട്ട്. പിന്നെ അവൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴേക്കും നേരെ വളാഞ്ചേരിക്ക് വെച്ച് പിടിക്കുകയാണ്. അവിടെ എത്തിയ പാടന്നെ നമ്മൾ മാർക്കറ്റിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. നോക്കുമ്പോൾ അവിടെ ആ മാർക്കറ്റിൽ മീൻ വിൽക്കണ ഒരു ഏട്ടൻ മരണപ്പെട്ടിട്ട് മീൻ മാർക്കറ്റെല്ലാം ക്ലോസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് പച്ചക്കറി മേടിക്കാമെന്ന് വിചാരിച്ചു. നാളികേരം ഇപ്പം ഞാൻ വാങ്ങിയില്ല, മാങ്ങ വാങ്ങണ കടയിൽ നിന്നാണ് വാങ്ങാറ്. അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു മാങ്ങ വാങ്ങി കണ്ടപ്പോൾ ഒരു പൂതിക്ക് ടോപ്പിലിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കുറച്ച് പലചരക്ക് സാധനങ്ങൾ, സോപ്പ് പൊടി അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നില്ലേ, അത് വാങ്ങി. പിന്നെ പച്ചക്കറി വാങ്ങണ കടയിൽ പോയിട്ട് പച്ചക്കറി കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അവിടെ പൊന്നാങ്കണ്ണി ഉണ്ട്, അതെടുത്തോളാൻ വേണ്ടിയിട്ട് ആ കുട്ടീനെ പറഞ്ഞിങ്ങനെ പ്രേരിപ്പിക്കില്ലേ, നല്ലതാ അടിപൊളിയാണ്. ഞാൻ ആ സാധനം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, എന്നാൽ അത് കഴിക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതും മേടിച്ചു കേട്ടോ. ഒരു കെട്ടിന് 30 രൂപയായിരുന്നേ. അത് വാങ്ങിയിട്ട് നേരെ മാസിൽ പോയി പൂജിട്ടിട്ട് സ്റ്റഡ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഒരു 15 രൂപയുടെയാണ് കേട്ടോ. നല്ലതാ, കുഞ്ഞതായിട്ട് നമുക്ക് സെക്കൻഡ് സ്റ്റഡിലേക്ക് ഇടാൻ പറ്റിയ നല്ല രസം കാണാൻ വേണ്ടിയിട്ട്. 10 രൂപ 15 രൂപയേ ഉള്ളൂ, പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഒരു 50 രൂപയുടെ അത്തർ വാങ്ങാൻ കയറി. അപ്പോൾ അവിടുത്തെ കാക്ക പറയണത് നിങ്ങളുടെ ഷോർട്സ് പെട്ടെന്ന് തീർന്നു പോണ പോലെ തോന്നുന്നു, കുറച്ചുകൂടെ സമയം കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നുകയാണ്. അപ്പോൾ ഒന്നും കൂടെ കുറച്ചും കൂടെ നീട്ടാൻ പറ്റുമോ, ലോങ് ആക്കാൻ പറ്റുമോ ഷോർട്സ്? അപ്പോൾ നമ്മൾ 3 മിനിറ്റേക്ക് ആക്കാൻ പറ്റുള്ളൂ, അതിൻ്റെ ഉള്ളിൽ നമ്മൾ തീർക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ണൻകുട്ടിയുടെ ബാഗും സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ട് വരുന്ന വഴിക്ക് മീൻ കണ്ടു കേട്ടോ, കുളമംഗലത്ത് നിന്ന്. അപ്പോൾ അവിടുന്ന് നമ്മൾ കോരയാണ് മേടിച്ചത്. കണ്ണൻകുട്ടിക്ക് കോര നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധനമൊക്കെ വാങ്ങി വന്നിട്ട് കുറച്ച് നേരമായിട്ടോ. പിന്നെ ഫോണൊക്കെ ചാർജിലിട്ട് അങ്ങനെയൊക്കെ കുറച്ച് നേരം ഷാജട്ടൻ വിളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ കിച്ചണിലേക്ക് കയറുന്നത്. അപ്പോൾ നമ്മളിത് വാങ്ങിയിട്ട് അത്ര ഒരുപാട് കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. സോയാബീൻ, പിന്നെ ഞങ്ങൾ വിയറുകളാണ്, ഞങ്ങൾ വെളിച്ചെണ്ണൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. പിന്നെന്താ, സോപ്പ് പൊടി. ഇപ്പോൾ ഞാൻ ഇത് ഫുഡിൻ്റെ അടുത്ത് മാറ്റി വയ്ക്കായിരിക്കും നല്ലത്. പിന്നെ ശർക്കര, നാളികേരത്തിന് 40 രൂപ. നാളികേരത്തിന് 40 രൂപ ഗൈസ്. 5 രൂപ 10 രൂപയൊക്കെ ആയിരുന്നു മുന്നുണ്ടായിരുന്നു, 10 ആയിരുന്നു. ഇത് പിന്നെ കുറേ ഐറ്റം മാങ്ങ ഉപ്പിലിട്ട് കഴിക്കാൻ പുതിയതായിട്ട് അതൊരെണ്ണം വാങ്ങി. ഇതാണ് ഇതില്ലേ, ഇതാ വന്നിട്ടാ എനിക്കറിയാം എന്താ, നിങ്ങൾക്ക് അറിയാം ഗൈസ്, ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ആ കടയൊക്കെ കുട്ടി നല്ലതാണ് എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പൊന്നാങ്കണ്ണി, ഇത് തോരൻ വെച്ചാൽ അടിപൊളിയാണ് അത്രേ, പരിപ്പിട്ട് കറി വെച്ചാലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ വീഡിയോയിലൊക്കെ. അപ്പം അത് ഇപ്പോൾ എന്തായാലും ജീവിച്ചിരിക്കുമ്പോൾ പൊന്നാങ്കണ്ണി ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ മോശമല്ലേ. അപ്പം അതും വാങ്ങി. നമ്മളെ പുതിയാപ്പിള കോരയും വാങ്ങിയിട്ടുണ്ട്. ഇതാ കുഞ്ഞതാണ് കേട്ടോ, അതാ ഇത്രയുള്ള. പക്ഷെ കണ്ണൻകുട്ടിക്ക് ഇഷ്ടമാണ് കോര, ഞങ്ങൾക്ക് പിന്നെ എല്ലാം ഇഷ്ടം. അതുകൊണ്ട് ഇനി നാളെ നമ്മൾ എന്താ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊന്നാങ്കണ്ണി നമ്മളിന്ന് എടുക്കുന്നില്ല, മറ്റന്നേക്ക് മതി. നമുക്ക് വൻപയർ വെള്ളത്തിലിടാം കേട്ടോ. നമ്മൾ എരിശ്ശേരിയാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുണ്ടെങ്കിൽ പിന്നെ വേറെ നമുക്ക് ഒഴിച്ചുകറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. പയറ് വെള്ളത്തിലിടാൻ മറന്നു കഴിഞ്ഞാൽ പിന്നെ അത് വേവാൻ പാടാവും. അതുകൊണ്ടാണ് ആദ്യം ഇങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. നാളെ നമ്മുടെ അമ്പലത്തിൽ പോകണമെന്ന്, നാളല്ല ശനിയാഴ്ച പോവാം. നാളെ കണ്ണൻകുട്ടി ക്ലാസ് ഉണ്ട്. അപ്പോൾ ശനിയാഴ്ച ആകുമ്പോൾ മൂന്നാൾക്കും കൂടെ പോവാം അമ്പലത്തിലേക്ക്. ഇല്ലെങ്കിൽ അവന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് പിന്നിരിക്കാം. അപ്പോൾ അതായിരിക്കും നല്ലത്. മറ്റന്നാൾ പോവാം അല്ലേ? മറ്റന്നാൾ പോവാം. സൺഡേയിൽ പിന്നെ നമ്മൾക്ക് കല്യാണം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നും പറ്റില്ല. ഇത് മൂത്തതാണെങ്കിൽ ഞാൻ വറുത്തതാണ്, നല്ല ഇഷ്ടമാണ് ഈ ഒരു മത്തൻ്റെ കുരു വറുക്കണത്. അപ്പം അത് ഇത് കൊടുന്ന് വെച്ചിട്ട് നമ്മളിപ്പോൾ അന്ന് മാളിൽ പോയപ്പോൾ മാളിലല്ല ലിമാക്സിൽ പോയപ്പോൾ വാങ്ങിയതാട്ടോ. അപ്പോൾ ഇതിന് ചെത്തി അങ്ങോട്ട് ആക്കി വെക്കണം. മീനൊന്ന് ഉണ്ടാക്കി വെക്കണം. മുറം എവിടെയാണെന്നൊരു ഐഡിയ ഇല്ല കേട്ടോ, അല്ലെങ്കിൽ പിന്നെ മുറത്തിൽ ചെത്തായിരുന്നു. എന്തായാലും ഇവിടെ ഒക്കെ തുടയ്ക്കാമല്ലേ, മുറന്നെ ചെത്താം. കവറിക്ക് ചെത്തിയിട്ട് കഴിഞ്ഞാൽ പിന്നെ കവർ കൊണ്ട് എടുത്ത് വയ്ക്കണമെങ്കിൽ പിന്നെ കവറൊന്ന് കഴുകി അങ്ങനെയൊക്കെ വേണ്ടേ, അത് വേണ്ട. രണ്ട് ചെത്താം. ഇതാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ. ഞാൻ
പൂജയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. ഞാനും കടമുട്ടിയും കഴിച്ചേ. അത് വീഡിയോ എടുത്തില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്നിട്ട് വിശന്നാറും ഉച്ചയ്ക്ക് കഴിച്ചതല്ലായിരുന്നോ. അപ്പോൾ അത് കാരണം ഞങ്ങൾ നോക്കിയിട്ട് എന്താ പറയുന്നല്ലേ. ഞാനിന്ന് ലൈവിൽ കയറിയപ്പോൾ എല്ലാവരും ചോദിക്കുക, ചേച്ചി മലപ്പുറത്തായിട്ട് സംസാരം മലപ്പുറത്തുകാരുടെ പോലെയല്ല, അതപ്പോ പറഞ്ഞേ മലപ്പുറത്തുകാരെ പോലെയല്ല, വള്ളുവനാണ്. അതെല്ലാവരും പറയാറുണ്ട് കേട്ടോ. നമ്മളോട് വളാഞ്ചേരി പോലും പറയാറില്ലേ പൂജോ? ഷോപ്പിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവരല്ലേ ചോദിക്കും, ഏട്ടന്മാര് ചോദിക്കും ഇവിടെ ഉള്ളതല്ലേ ചോദിക്കും. ഞങ്ങൾ ഇവിടെ ഉള്ള തന്നെയാണ്. അതേപോലെ അവിടേക്ക് പോവാ, ഇവിടേക്ക് വരിക, അങ്ങോട്ട് പോവാ അങ്ങോട്ട് പോവാ. അങ്ങോട്ട് അത് ഞാനൊക്കെ പറയുമ്പോൾ പിള്ളേരുടെ അങ്ങനെ കുറെ കളിയാക്കിയിരുന്നു. അങ്ങോട്ട് പോവുക, ഇങ്ങോട്ട് വരിക, അങ്ങനെയല്ല നമ്മൾ പറയാ. അവിടേക്ക് പോവുക, അവിടേക്ക് വരിക പറയാണ്ട് ഓരോരോ നമ്മളങ്ങനെ സംസാരിച്ച് മലപ്പുറം ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കളൊക്കെ അസലായിട്ട് മലപ്പുറം ഭാഷ പറയും. കണ്ണൻകുട്ടീനെ ഞാനൊരു വീഡിയോയിലുണ്ട് ഇട്ട് തന്നു കഴിഞ്ഞാൽ അസലായിട്ട് പറയാൻ. എന്നിട്ട് അവനെ ഞാൻ തിരുത്താൻ നോക്കും. പക്ഷെ മലപ്പുറം ഭാഷ നന്നാവാത്തോണ്ടല്ല കേട്ടോ, പറയുന്നത് ചിലത് ഞാൻ പറയണത് അല്ല ഇവർ പറയണത് എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇപ്പോൾ സ്കൂളിലൊക്കെ പോയിട്ട് കുറെ കാര്യങ്ങൾ കിട്ടുമല്ലോ, അപ്പൊ പറയും. അപ്പൊ ചോദിക്കും ഞങ്ങൾ ഇങ്ങനെയാണ് പറയാൻ പാട്ട്. എങ്ങനെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ആൾക്കാരോട് പെരുമാറുന്ന രീതി റെഡിയായാൽ മതി അല്ലേ. അത് കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് കാണാം കേട്ടോ. ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് ആവും. അതുകൊണ്ട് ഇനി വേഗത്തിൽ ചെയ്തിട്ട് കാണാം. ഓക്കെ. കാര്യം പറഞ്ഞുകൊണ്ടിരുന്നുണ്ടെങ്കിൽ അത് മാത്രമേ നടക്കുള്ളൂ. പണി എൻ്റെ കൂട്ടത്തിൽ നടന്നിട്ടെങ്കിൽ കൂടെ കുറച്ച് കത്തിയടി എനിക്ക് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഞാൻ മിണ്ടാണ്ട് നിന്ന് വർക്ക് ചെയ്യായിരിക്കും, ഇങ്ങനെ എന്തെങ്കിലും ചെയ്യായിരിക്കും നല്ലത്. അല്ലെങ്കിൽ വീഡിയോ ഒക്കെ 3/4 മണിക്കൂർ അങ്ങോട്ട് നീണ്ടു പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചു നിർത്തിയിട്ട് നമ്മൾ വേഗം കഷ്ണങ്ങളൊക്കെ നുറുക്കി വെക്കാൻ വിചാരിച്ചു. രാവിലത്തേക്ക് ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ വലിയ സമാധാനമാണ് കേട്ടോ. മറ്റേ നമുക്ക് ഈ ഷോർട്സ് എടുക്കലും എഡിറ്റ് ചെയ്യലും വീഡിയോ അപ്ലോഡ് ചെയ്യലും ലോങ് വീഡിയോ എടുക്കലും ലൈവ് കയറലൊക്കെ കൂടെ ആയിട്ട് പാടായിരിക്കും. ഇതാവുമ്പോൾ വേഗം എടുത്ത് അങ്ങോട്ട് കുക്ക് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ എന്നാൽ ഒരു വീഡിയോ ആയിട്ട് അങ്ങനെ കിടക്കട്ടെ, നമ്മുടെ രാത്രിയിലെ കലാപരിപാടികളെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് ഒക്കെ. ഇല്ലെങ്കിലും നമ്മൾ ഒട്ടുമിക്കതൊക്കെ രാത്രിയിൽ സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ. അതിപ്പോൾ വീഡിയോ എടുക്കണ മുന്നേ ആണെങ്കിൽ അങ്ങനെ തന്നെയായിരുന്നു. എന്താ വെച്ചാൽ നമ്മളന്ന് വർക്കിന് പോയിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട്. പിന്നെ സോയാബീൻ ആ ഒരു വലിയ പാത്രത്തിൽ അങ്ങനെ തുറക്കാണ്ട് വെച്ചപ്പോൾ അത് നടക്കണില്ല, അതിനകത്ത് കൊള്ളണില്ല. അപ്പോൾ ഞാൻ വേറൊരു കാലി ബോട്ടിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് അന്ന് കുറച്ച് താഴെ പോയി പൂജിട്ട് ഇതൊക്കെ എന്നെ ട്രോളുണ്ട് കേട്ടോ, ധൃതി കൂടി ചെയ്തിട്ടാണെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ സമയം ഇത്തിരിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് രണ്ടാൾക്കും പിന്നെ ഉറക്കമില്ലാത്തതുകൊണ്ടല്ലേ, രാത്രി എങ്ങനെ നിന്നിട്ട് വേണമെങ്കിലും നമുക്ക് കഷ്ണം വെട്ടേ കിച്ചൺ റെഡിയാക്കേ അങ്ങനെ എന്ത് വേണമെങ്കിൽ ക്ലീനിങ്ങോ ഒക്കെ ചെയ്യാം കേട്ടോ. എന്താ വെച്ചാൽ രാത്രി ഉറക്കം കുറച്ച് കുറവാണ്, അതുകൊണ്ട് കൂട്ടത്തിൽ അവളുണ്ട്, ഇനിയും പേടിക്കാനും ഇല്ല. പിന്നെ ഇതാ വെളിച്ചെണ്ണ ആകെ കുറച്ച് ഞാൻ മേടിച്ചിട്ടുള്ളൂ. നല്ല വിലയാണ് കേട്ടോ, നമ്മുടെ ബഡ്ജറ്റ്. ബാക്കിയുള്ള സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റില്ല. ഇത് 1/2 കിലോനോ 1 കിലോനൊക്കെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു 1/2 ലിറ്റർ 1 ലിറ്ററൊക്കെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ അതും ആക്കി കവറിൽ ലാസ്റ്റിലെ തുള്ളിയും കൂടെ പോരാൻ വേണ്ടി അങ്ങനെ വെച്ചു. ഇനി ആ ലാസ്റ്റ് ആ കവർ ഇതാത് പൊളിച്ചിട്ട് ഞാൻ തലയിലോ കയ്യിലും കാലിലൊക്കെ തേക്കും, എന്നാലും എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. അത് മുന്നേ അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ നാളേക്കുള്ള എരിശ്ശേരിക്ക് കുറച്ച് നാളികേരം ചിരകി വെക്കാമെന്ന് വിചാരിച്ചു. ഒരു മുറി ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ രാവിലെ എണീറ്റിട്ട് അതും കൂടെ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് അതും കൂടെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് കേട്ടോ. മറ്റേത് ഇത് ചിരകണ്ടേ അരിയണ്ടേ പെറുക്കണ്ടേ എന്നുള്ളൊരു മൈൻഡ് വരും. രാവിലെ നീക്കും വരെ തന്നെ ആയിരിക്കും. മറ്റേത് കിടക്കുമ്പോൾ നമുക്ക് ഓക്കെ ഇത്ര കാര്യങ്ങളെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ ചെയ്തു എന്നുള്ളൊരു സംഭവം നമുക്ക് കിട്ടും. നമ്മുടെ മീൻ ഉണ്ടാക്കുന്ന പാത്രങ്ങൾ തൽക്കാലത്തേക്ക് മിസ്സിങ്ങലാണ് ഗൈസ് അല്ലേ. കാണാനില്ല, മാന എവിടെ പോയി എന്ന് ചോദിക്കരുത്. നമ്മൾ ന്യൂസ് പേപ്പർ വിരിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ അപ്പിടി ഇപ്പിടി ചെളുക്ക തെറിക്കും. മീനായ്മതിനെ ഇരുന്ന് ഉണ്ടാക്കാൻ നമുക്ക് കേട്ടോ. ഈ വലിയ താല്പര്യമില്ലാത്ത മീനാണ് ഇത്. മണ്ടൊക്കെ ചെറുതല്ല അച്ചല്ലേ, ഇത്ര പോലെ ഓരോ കോര. അയ്യോ എന്ത് ടേസ്റ്റ്. എനിക്ക് ഇങ്ങനെ വലിയ ഇഷ്ടമല്ല. ഞാൻ ഇങ്ങനെ ചമ്രം എവിടെ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് ചമ്രം പണി ഇരിക്കണം. ഇവിടെ എൻ്റെ കാലിലൂടെ തഴമ്പളക ഇരുന്നിരുന്നിട്ട് അപ്പോൾ കൊണ്ടുവരും. അത് നമ്മുടെ പുസ്തക പൂജയുടെ സമയത്ത് നല്ല മീൻ കിട്ടും. നമുക്കാണെങ്കിൽ നോമ്പ് കൊടുക്കണമല്ലോ പുസ്തക പൂജ വയ്ക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഓരോ ദിവസം പുസ്തക പൂജയുടെ ഒരു 7 ദിവസം മുന്നേക്കെ നോമ്പ് എടുക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 7ാം ദിവസം മീൻ കൊണ്ടുവന്നാൽ പറയും നമുക്ക് നാളെ എടുക്കാം അല്ലേ. അപ്പോൾ പിറ്റേ ദിവസം അച്ഛൻ ചായക്കാട്ടിൽ അടിപൊളി മീൻ കൊണ്ടുവരും.
നാളെ എടുക്കാം, 4 ദിവസമൊക്കെ എന്നിട്ട് ഒരു ദിവസം മുന്നേ 3 ദിവസമൊക്കെ മുൻപൊക്കെ ചെറുതിലെടുത്താറുള്ളൂ. ഇന്ന് അച്ഛ കൊണ്ടുവരാണ്ടിരിക്കും. ഇതിന്റെ തല വേണ്ടല്ലോ, ഓർമ്മ ഉണ്ടായില്ല. അച്ഛൻ്റെ കൊണ്ടുവരാണ്ടിരിക്കുമോ? അച്ഛക്ക് നല്ല ഇറച്ചി മീനൊക്കെ കഴിക്കണേ. അപ്പം അത് കൊണ്ടുവരികയും ചെയ്യും. ഞങ്ങൾക്ക് 3 കൊതി നിൽക്കുക. അതുമില്ല. അന്നൊക്കെ നല്ല മീനും കിട്ടിയായിരുന്നു. വാള ഇതില്ലേ, വളല്ല, തളയം. നമ്മുടെ അവിടുത്തെ തളയം. തളയനൊക്കെ എന്തു ഒരു കൈപ്പത്തിന് എത്ര ഉണ്ടാവും തളയന്റെ വീതി. ഇങ്ങനെ കഴിക്കുമ്പോൾ നുള്ളുമ്പോൾ ഭയങ്കര പൊടി, നല്ല ടേസ്റ്റില്. അങ്ങനത്തെ മീനൊന്നും ഇപ്പം ഇല്ലാട്ടോ. ഉണ്ടാവുകയൊക്കെ ഫ്രഷൊക്കെ കിട്ടണവർക്ക്. നമുക്കൊന്നും അങ്ങനെ അടിപൊളി മീനൊന്നും കിട്ടാറില്ല. നമ്മളൊന്ന് മീൻ വാങ്ങാൻ പോയപ്പോൾ മാർക്കറ്റിൽ മീനില്ല കേട്ടോ. നമ്മൾ മാർക്കറ്റിലേക്ക് ഉദ്ദേശിച്ചിട്ടാണ് പോയത്. അവിടുത്തെ ഏട്ടന്മാരെയാണ് സ്ഥിരമായിട്ട് ഞാൻ മാർക്കറ്റിൽ നിന്ന് മീൻ വാങ്ങുമ്പോൾ വാങ്ങുന്നത്. നല്ല മീനായിട്ട് അവർ തരിക. പക്ഷെ അവിടെ ഏതൊരു ഏട്ടൻ മരിച്ചിട്ട് മീൻക്കണെ മൊത്തത്തിൽ നിന്ന് ലീവാണ്. എന്നിട്ട് പിന്നെ നമുക്കിവിടെ കുളമംഗലത്തിൽ നിന്നാണ് കിട്ടിയത്. കുഴപ്പമില്ല, പറയാം. നമ്മൾ വളാഞ്ചേരി പോകുമ്പോൾ അവിടെയാണ് മീൻ മേടിക്കാം. അങ്ങനെ ബീഫ് കഴിച്ചിട്ട് നമ്മൾ കുറവായി ഇല്ലേ? കൊറേ ആയില്ലേ ഇപ്രാവശ്യം ടെൻഷനും ആളെല്ലാം പിന്നെ കൂടെ ആയിട്ട് കർക്കിടക കഞ്ഞിയും കുടിച്ചിട്ടില്ല, ഒന്നുമില്ല. സൂപ്പും കുടിച്ചിട്ടില്ല. ഇനിയിപ്പോ കർക്കിടകം കഴിയാറായി. കർക്കിടകത്തില് നോക്കാം പറ്റും അല്ലേ? അച്ഛയൊക്കെ ഉള്ളപ്പോഴാണ് ഈ കർക്കിടക കഞ്ഞിയും അരുന്ന് കഞ്ഞിയും സൂപ്പൊക്കെ ഓൾട്ടിയെ എന്തായാലും നമുക്ക് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അച്ഛച്ചയ്ക്ക് അതിനൊക്കെ ഭയങ്കര ഉഷാറാണ്. അമ്മമ്മയ്ക്ക് പിന്നെ കഞ്ഞിയും വേണ്ട ചോറും വേണ്ടാത്തതുകൊണ്ട് അങ്ങനത്തെ കാര്യത്തിൽ ആദ്യം കിട്ടിയ താല്പര്യം. അയ്യോ നല്ല മൂർച്ചട്ടോ. ഈ ചട്ടിയിലൊന്ന് ഉറച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കത്തി നല്ല മൂർച്ചയോ കേട്ടോ. അപ്പൊ ഇനി ഇത് വേഗം ഉണ്ടാക്കട്ടെ കേട്ടോ. പണ്ടത്തൊക്കെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഇപ്പം നല്ല രസമായിട്ടും അതുപോലെ തന്നെ നമുക്ക് വല്ലാണ്ട് മിസ് ചെയ്യണ പോലെയും തോന്നാറുണ്ട്. അന്നത്തെ കാലത്തൊക്കെ ആലോചിക്കുമ്പോൾ ദൈവമേ ഈ ദുരിതപ്പാടെന്ന് ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു കരകയറ്റം ഉണ്ടോയെന്ന് കേട്ടോ അന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം അതൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. അച്ഛനായിക്കോട്ടെ, നമ്മുടെ വീടായിക്കോട്ടെ, ഫുഡായിക്കോട്ടെ, നമ്മൾ എത്ര ഇല്ലായ്മയിലും നമ്മൾ ജീവിച്ചു പോകുന്ന സാഹചര്യം ആയിക്കോട്ടെ, അതൊക്കെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. നമ്മുടെ മീൻ ഉണ്ടാക്കൽ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഉണ്ടാക്കിയപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ. ഞാൻ 1/2 കിലോനെ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. 1 കിലോന് 120 രൂപയും കണ്ട. ബാക്കിയുള്ളതിനൊക്കെ നല്ല തീവിലയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് വാങ്ങി. കുഞ്ഞനയിലേക്കും വില കുറവ് തന്നെയാണ്. പിന്നെ കണ്ണക്കുട്ടിക്ക് ഇഷ്ടമായതുകൊണ്ട് ഇത് അങ്ങോട്ട് വാങ്ങി. നല്ലോണം ഉപ്പൊക്കെ ഇട്ട് തേച്ച് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്കത് വറക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മുളകിട്ടാലും നല്ല വറ്റിച്ച് വെച്ചാൽ ഉള്ളി മുളകൊക്കെ ചതച്ച് വറ്റിച്ചൊരു വെക്കലുണ്ട്. എൻ്റെ പൊന്നൊരു രക്ഷയില്ല കേട്ടോ. അതും അടിപൊളിയാണ്. ഇപ്പം നമുക്ക് അങ്ങനെ കറിക്കും വറക്കാനും കൂടെ ഇല്ലാത്തതുകൊണ്ട് നമ്മളിത് വറക്കാൻ വേണ്ടിയിട്ട് വെക്കാം. എരിശ്ശേരി ഉണ്ടെങ്കിൽ നമുക്കിവിടെ കറികളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് മാത്രം മതി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ ഒരു മീൻ വറുത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അതുകൊണ്ട് എരിശ്ശേരി ഉള്ളതെന്ന് നമ്മൾ എക്സ്ട്രാ കറികളൊന്നും വെക്കാറില്ല. വെറുതെ വേസ്റ്റ് ചെയ്ത് പോകും. നമുക്കിത് മാത്രം മതി കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അപ്പോൾ മീനൊക്കെ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ട് ചട്ടിയും നമ്മുടെ കത്തിയും ഒക്കെ ഒന്ന് കഴുകി വെച്ചു. ഇനി അതിലേക്ക് മസാല, മീനിലേക്കുള്ള മസാല എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു നുള്ള് മല്ലിപ്പൊടി, പെരിഞ്ചീരകം, ചെറുള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയും കൂടെ ചതച്ചത്, ഉപ്പ്, കുറച്ച് സുർക്ക, കുരുമുളക് പൊടി ഇതിൽ ഞാൻ ഇട്ടിട്ടില്ല. ഇത്രയാണ് ഞാൻ മീൻ മസാല പുരട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും ആക്കാറ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മസാല ഒക്കെ പുരട്ടി തിരുമ്മി വെച്ചിട്ട് അതങ്ങോട്ട് നമുക്കൊരു ബോക്സ് അല്ലേ, ആ ബോക്സിലാക്കിയിട്ട് അങ്ങോട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. നാളെ നമുക്ക് എടുത്ത് വറുത്താൽ മതി. നാളെ കണ്ണൻകുട്ടിക്ക് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ അവൻ എന്താണെന്നാവോ ഇന്ന് പറഞ്ഞു, എനിക്ക് നാളെ ചോറ് വേണം കേട്ടോ, ഞാൻ ഇല വാട്ടി പൊതിച്ചോറ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ പറഞ്ഞിട്ട് ഓംലെറ്റും കാര്യങ്ങളൊക്കെ മെനു തന്നിട്ടുണ്ട്. അത് നാളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇതൊന്നും അല്ല കേട്ടോ, മെനു വേറെയാണ്. ഈ ഫുഡൊന്നും അതിൻ്റേതല്ല. അപ്പോൾ നാളെ നേരത്തെ നീറ്റിട്ട് അവൻ്റെ ഫുഡ് അങ്ങോട്ട് ഉണ്ടാക്കണം. അത് ഞാൻ വീഡിയോ എടുക്കലുണ്ടാവില്ല. എന്ന് വെച്ചാൽ എനിക്കെല്ലാം കൂടെ നടക്കുകയുണ്ടാവില്ല. രാവിലെ നീറ്റ് പെട്ടെന്ന് അവൻ്റെ കാര്യങ്ങളും ഒക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ എന്താ അറിയോ, വല്ലാണ്ട് ലാഗായി പോകും. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ പൊതിച്ചോറും കാര്യങ്ങളും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പൂജിറ്റി നാളെ ലീവാണ്. അതുകൊണ്ട് പിന്നെ എനിക്ക് കുറച്ച് കാര്യം കൂടെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പുറത്ത് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഓട്ടപ്പാച്ചിലിൻ്റെ ദിവസമാണ്. അതുകൊണ്ട് നമുക്ക് ലൈവ് കയറാൻ വേണ്ടിയിട്ടുമുണ്ട്. അങ്ങനെ ലൈവ് ഇപ്പോൾ ഇന്നാണ് കേട്ടോ കയറുക. ഇന്നാണല്ലോ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുക, വെള്ളിയാഴ്ച. അങ്ങനെ പിന്നെ ഇരിക്കുന്ന 2-3 പാത്രങ്ങളും കൂടെ ആയിട്ട് ടപ്പേന്ന് കഴുകി വെച്ചു. ഇനി നമുക്ക് കിച്ചണൊക്കെ ഒന്ന് അടിച്ച് വാരി റെഡി ആക്കിയിട്ട് മേല് കഴുകിയിട്ട് പോയി കിടന്നുറങ്ങണം. പൂജിറ്റി ഫുഡ് കഴിച്ചിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം അവൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. കണ്ണൻകുട്ടി കിടന്ന് ഉറങ്ങി. അവനൊരു പാതിര ആയിട്ടുണ്ടാവും, പകുതി ആയിട്ടുണ്ടാവും ഉറക്കത്തിൽ. അത്രയും ആയിട്ടുണ്ടാവും ഉറങ്ങിയിട്ട്. പെട്ടെന്ന് ഉറങ്ങും കേട്ടോ ആൾ.
അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഉറങ്ങാത്ത 2 പിശാചുക്കളെ ഞാനും പൂജിട്ടയാണ്. ഇനി നമുക്ക് അവിടെ അടുക്കളയൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കലാപരിപാടിയാണ് കഴിഞ്ഞു. രാത്രിയിലെ ഒരുക്കാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെയും രാത്രിയാണ് എനിക്ക് കാര്യമായിട്ട് കിച്ചണിൽ പണിയുള്ളൂ കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോ ഷോർട്സ് ഒക്കെ എടുക്കണ കാരണമാണ് എനിക്ക് ഈ കിച്ചണിൽ ഇറങ്ങാൻ പറ്റാത്തത്. എന്താ വെച്ചാൽ നമ്മൾ ഫുഡിൻ്റെ ആണല്ലോ മെയിനായിട്ട് അധികവും ചെയ്യണത്. ഡ്രസ്സിൻ്റെയും ഫുഡിൻ്റെയും ടിപ്സും ബ്യൂട്ടി ടിപ്സും ട്രാവലിംഗ് എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ കുറച്ചും കൂടെ ഞാൻ വീട്ടിലെ ഫുഡും കാര്യങ്ങളും റെസിപ്പീസൊക്കെ കാണിക്കണ കൊണ്ട് അധികം ഞാൻ കിച്ചണിലായിരിക്കും. അതുകൊണ്ട് രാവിലെ രാത്രിത്തെ പരിപാടി കഴിഞ്ഞാൽ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ കാര്യമായിട്ടുള്ള പരിപാടിയൊന്നുമില്ല. ഇപ്പോൾ യൂട്യൂബ് തുടങ്ങിയോണ്ടാണ് ഇത്രയും പാട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.